അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലേലി തങ്ങൾ കടലുണ്ടിയിലെ മഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 29ാമത്തെ പേരമകനാണ്. അദ്ദേഹം മലബാറിലേക്ക് ദീനീ പ്രബോധനത്തിന് വരണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുകയും മാതാപിതാക്കളോട് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഒറ്റക്ക് വിടാൻ അതിയായി മകനെ സ്നേഹിക്കുന്ന ആ മാതാപിതാക്കൾ മഹാനവറുകളെ ഒറ്റക്ക് വിടാൻ വിഷമിച്ചപ്പോൾ, ഒറ്റക്ക് വിടാൻ അവർക്ക് പേടിയായപ്പോൾ മഹാനായ ജമലുല്ലേലി തങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തെ പ്രതീക്ഷിച്ചു. ഫയന്തളിറുൽ ഇഷാറത്ത മിൻ കബിലി സ്വമദ്, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തീരുമാനത്തെ വരുമെന്ന് മഹാനായ തങ്ങൾ പ്രതീക്ഷിച്ചു. ഫലമ്മ അത്താലഹുൽ ഇതിനു വൽ ഇഷാറത്തു ലി സഫർ, അങ്ങനെ മലബാറിലേക്ക് പോകാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് മഹാനായ ജമലുല്ലേലി തങ്ങൾക്ക് അനുമതി കിട്ടി. ഹർവലയില ഷത്തിൽ ബഹർ, മഹാനവറുകൾ കടപ്പുറത്തേക്ക് പോയി. കടപ്പുറത്തെത്തിയിട്ട് വല്ല ബോട്ടോ കപ്പലോ ഉണ്ടോ എന്ന് മഹാനവറുകൾ അന്വേഷിച്ചു. തഫക്കത സഫീന ലി റിഹ്ലത്തി, അദ്ദേഹത്തിന് കപ്പൽ കിട്ടിയില്ല. ഇലാ ദിയാരി മലൈബാർ, മലൈബാറിലേക്ക് പോകാൻ വേണ്ടി മലബാറിലേക്ക് വരുന്നതിന് വേണ്ടി. ഫബസത്ത മുസല്ലാഹു ഫിൽ ബഹർ വ ജലസഫീഹി വ ലറബഹു ഫസ്വാറ, അങ്ങനെ മഹാനവറുകൾ മുസല്ല കടലിൽ വിരിച്ചു, അതിൽ ഇരുന്നു, അതിൽ അടിച്ചു. അങ്ങനെ തള്ളിക്കൊണ്ട് അദ്ദേഹം കടലുണ്ടിയിലെത്തി. കടലുണ്ടിയിലെ ആളുകൾ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. കടലിലൂടെ മുസല്ല തള്ളി വന്നതുകൊണ്ട് കടലിലൂടെ മുസല്ല ഇങ്ങനെ ഉന്തി വന്നതുകൊണ്ടാണ് കടലുണ്ടി എന്ന് പേര് വരാൻ കാരണമെന്നും ചരിത്രത്തിലുണ്ട്. ഈ സംഭവം നടക്കുന്നത് ഹിജ്റ 1180 ഷഅബാൻ മാസത്തിലാണ്. അതുമാത്രമല്ല, മഹാനവറുകൾ അവിടെ മനോഹരമായ ദീനീ പ്രബോധനത്തിന് നേതൃത്വം നൽകുകയും ഒരുപാട് കറാമത്തുകൾ കാണിക്കുകയും ചെയ്ത മഹാനാണ് ജമലുല്ലേലി തങ്ങൾ. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായി നമ്മുടെ രണ്ട് ലോകവും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് മഹാനവറുകളെ കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ.